എന്നും ലേറ്റ് തന്നെ. അമ്മേ, ഒന്നെങ്കിൽ വരുന്നതാ, നേരം പോയി. ആ ഓട്ടക്കാരി ഇന്നെങ്കിൽ വരട്ടെ. നേരത്തിന് സ്കൂളിലെത്തണമെന്ന് ഒരു വിചാരമില്ല അവൾക്ക്. അമ്മേ, നീയേ ഉള്ളൊരു തുണ എന്റെ ഗുരുവായൂരപ്പ. അച്ഛനില്ലാത്ത കുട്ടികളാ. എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല. കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീതിക്ക് വാങ്ങി കൊടുക്കരുതോ എന്റെ കൃഷ്ണ. ദീപമോളെ പരീക്ഷയെ തോപ്പിക്കല്ലേ. മോനിക്കുട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം. ചെക്കന് തീറ്റി എന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറാക്കണമെന്നാ എന്റെ ആഗ്രഹം. അമ്മേ, മതിയമ്മേ പ്രാർത്ഥിച്ചത്. ഒന്ന് അടുക്കളയിൽ വന്ന് നിൽക്ക്, എനിക്ക് കുളിക്കണം. അമ്മയുടെ മോനെ ഡോക്ടർ ഉണ്ടല്ലോ, അവൻ അടുക്കളയ്ക്കൊരു ദോശ ഇട്ട് തിന്നാ. അവന്റെ ചെവി ഞാൻ ചെമ്പാക്കും. എത്ര പറഞ്ഞിട്ടും അവനെ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ. അവന് വിശന്നിട്ടായിരിക്കും മോളെ. ആ, ഇതാ കുഴപ്പം. അമ്മ അവനെ വഷളാക്കുന്നത്. ഞങ്ങളിന്ന് നെഹ്റു പാർക്ക് വരെ ഓടി ചേച്ചി. ഒട്ടും ക്ഷീണം തോന്നിയില്ല. പഠിത്തം മതിയാക്കി ഓട്ടം മാത്രമായോ? ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി. വായിക്കാനൊന്നുമില്ലേ? ദിവസേന 1 മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. ഉഷ ചേച്ചിക്ക് ഇത്രയും സ്റ്റാമിന കിട്ടിയത് അങ്ങനെയാണത്ര. ഏത് ഉഷ ചേച്ചി? ഉഷ ചേച്ചി, വീട്ടിൽ ഉഷ ചേച്ചി. ഉഷ ചേച്ചിയുടെ അതേ സ്റ്റൈലിലാണ് ഇത്ര ഞാനും ഓടുന്നത്. ടീച്ചറാ പറഞ്ഞത്. ഓടിയപ്പുറത്ത് മോള് പോയി കുളിച്ചാട്ടെ. ഡോക്ടർ പിന്നെയും വരും കട്ട് തിന്നെ. അമ്മ അകത്തോട്ടിയല്ലേ. ബുക്കും പുസ്തകമൊന്നും വേണ്ടടാ നിനക്ക്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇതിപ്പോ കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓ, നേരം പോയി. പോട്ടെ അമ്മേ. അരമണിക്കൂറായി ഒരു ബസ്സും വന്നില്ല. അരമണിക്കൂറോ? എന്നും റിപ്പയർ നടത്തുന്ന ഒരു പാലം ഉണ്ടല്ലോ നമുക്ക്. അത് കായലിൽ താന്നുപോയി കാണും. സമരമില്ലാത്ത ദിവസം. അതെ, 365 ദിവസം സമരം. അതെ. അപ്പോഴേ ബസ് കാത്തു കയറുന്ന വേര് കിളർപ്പിക്കണ്ട. അടുത്ത ബസ് ഇനി അടുത്ത ക്രിസ്മസിന് നോക്കിയാൽ മതി. അത്രയ്ക്ക് തീവ്രമായ ഒരു മിന്നൽ സമരം തുടങ്ങിയിരിക്കുക. എന്തിനാ സമരം? ദൈവത്തിനറിയാം. പുള്ളിക്കാരനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക. താല്പര്യമുള്ളവർക്ക് വരാം. ആ, വാ, എന്നാ നമുക്ക് നടക്കാം. എങ്ങോട്ടാ? ഇങ്ങോട്ട്. സ്ഥലം എവിടെ? കോളേജ് ജംഗ്ഷൻ. അവിടെ വിട്ടാ മതിയോ? തൽക്കാലം അത് മതി. 15 രൂപയാവും. എവിടത്തേക്ക്? കോളേജ് ജംഗ്ഷൻ അല്ലേ പറഞ്ഞത്? അതെ. അവിടേക്ക് 15 രൂപയാവും. മീറ്ററിലെ കാശ് വരും. മീറ്റർ റിപ്പയറാ. തിരിച്ചടിക്ക് കാലി അടിച്ച് പോരേണ്ടി വരും. കാലി അടിക്കണ്ട. കോളേജ് ജംഗ്ഷൻ കാട്ടിലൊന്നും അല്ലല്ലോ. ഇത്തിരി മനുഷ്യവാസം ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമല്ല നിങ്ങളെ. എന്നാൽ എന്റെ ആങ്ങളെ ചെല്ല്. ഓട്ടോ ഷെഡ് കയറ്റിയിട്ട് ഒരു തോക്ക് കൊടുത്ത് ഇറങ്ങിക്കോ. മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. ഗുഡ് മോർണിംഗ് സാർ. ബസ് സമരമായിരുന്നു. ബാക്കിയുള്ളവർക്കുണ്ടായിരുന്നല്ലോ സമരം. അത് വേണമെങ്കിൽ ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളൂ സാർ. സാറിനോട് സത്യം പറയാലോ, ഓട്ടോക്കാരൻ ഒരുപാട് കാശ് ചോദിച്ചു. എന്തേലും ഉണ്ടായിരുന്നില്ല. താങ്ക് യു സാർ. എല്ലാത്തിലും ഉണ്ടാവും റീസൺസ്, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ചേച്ചി എങ്ങനെ എത്തിപ്പെട്ടു? ചത്താലും ഓട്ടോയിലും ടാക്സിയിലും ഒന്നും കേരളമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അത്രയ്ക്ക് പിശുക്കിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു അല്ലേ? ഉറപ്പിച്ചു. നേര് പറ ചേച്ചി, എങ്ങനെ സമയത്തിനെത്തി? ഒരു മോട്ടോർ ബൈക്കാരനോട് പല്ലൊളിച്ച് കാണിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. അയാളത് വായി നോക്കിയായിരുന്നു. വണ്ടി സടംബറെ കിട്ടി നിർത്തി. ഞാനും കയറിപ്പോന്നു. എന്നിട്ടെന്താ? ഒന്നുമില്ല. അല്ല, അയാൾ ശല്യപ്പെടുത്താനൊന്നും ശ്രമിച്ചില്ലേ? ഓ, കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം കാണുമെന്ന് ചോദിച്ചു. കാണാന്ന് പറഞ്ഞു. അപ്പോ ചേച്ചി കാണോ?
കലക്ടറേറ്റിലെ ജോലിയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി. പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കുകയായിരുന്നു. വായ്നോട്ടക്കാർ 4 മണിയാകുമ്പോ അവിടെ എവിടെയെങ്കിലും കുറ്റിയടിച്ച് നിൽക്കും. നിക്കട്ടെ, നമുക്കെന്താ? ഈ വെണ്ടയ്ക്ക മുഴുവൻ മൂത്തതാ. ഒരു സാധനം നല്ലതില്ല. ഒക്കെ നല്ലതാണേ. അതെ അതെ. 100. കാർത്തിയാനിയമ്മക്ക് ഒരു ലെറ്റർ ഉണ്ട്. എനിക്കോ? അതെ. ദാമോദരന്റെ കത്തായിരിക്കും. ദാമോദരന്റെ കയ്യക്ഷരം ഇതല്ലല്ലോ. ഈശ്വര, എന്താ ചേച്ചി, ആങ്ങളയ്ക്ക് വല്ല സൂക്കേടും പിടിച്ചോ? ഞാനും കുട്ടികളും ഇനി എങ്ങോട്ട് പോകും? ഉടമസ്ഥനും കുടുംബവും താമസത്തിന് വരുന്നു, വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. ആയിഷ, ഈ പഞ്ചായത്ത് നിർത്തി വല്ലതും വന്ന് വെച്ചുണ്ടാക്കാൻ നോക്ക്. പഞ്ചായത്ത് വള്ളേക്കാളിൽ തുടങ്ങിയിരിക്കുന്നേന്ന്. നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വരേ. അല്ല, എന്താണ്ടോ കാർത്തിയാനമ്മോട് വീട് ഒഴിയണമെന്ന് വീട്ടുടമസ്ഥന്റെ കത്ത് വന്നിരിക്കുന്നു. നേരോ? കത്ത് വന്നിട്ട് നീല വന്നോ? നീ മോള് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കോടി. ഞാൻ തോറ്റ്. എന്താ അമ്മേ? ഒന്നുമില്ലാന്ന്. രാവിലെ തത്തക്ക് ജെല്ലിക്കൊടുക്കുമ്പോൾ ജെല്ലിക്കൊടുത്ത് ഞാൻ പോയതാ. ഉച്ചയായപ്പോഴൊക്കെ മറന്ന്. കുട്ടികളെ മനസ്സാണ്. എന്താ കാര്യം? വീട് ഒഴിയണമെന്ന് പറഞ്ഞൊരു കത്ത് വന്നു, അത്രേ ഉള്ളൂ. എന്റെ ഓനക്ക് കത്തെഴുതിക്കൂടെ? ഒയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടേ നമ്മളല്ലേ? ഉമ്മർ പറഞ്ഞാ അതിന്റെ ശരി അല്ലേ? വാടക കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വീട് നമ്മൾ ഒരു കാലത്ത് ഒഴിയേണ്ട കാര്യമില്ല. അഥവാ ഒഴിഞ്ഞാൽ തന്നെ താമസിക്കാൻ ഈ സിറ്റിയിൽ വേറെ വീട് കിട്ടില്ലേ? വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട്. ചലക്കരുത്. വേറെ വീടോ? ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചിലരുള്ളിടത്തോളം കാലം വീട് ഒഴിയണ കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്താണോ എന്റെ പേര്? ഗോപാലപ്പണിക്കരോ? ഗോപാലകൃഷ്ണ പണിക്കർ. എന്ത് പണിക്കരായാലും ശരി, അങ്ങനെ ഒരു പണിക്കര് നിങ്ങളവർ നോയിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. അയൽവക്കത്ത് നീശുള്ള ആൺകുട്ടികളിൽ നിന്നൊരു കത്ത് അങ്ങോട്ട് എഴുതി വിട്ടേക്ക് നിങ്ങള്. വരും മാഷേ. ലേറ്റാവോ സാർ? ഒരു മിനിറ്റ്. കാർത്തിയാനമ്മയില്ലേ? ചിട്ടി കമ്പനിയിലാണോ? ഒരു ചിട്ടി കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചനയുണ്ട്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാം. കാർത്തിയാനമ്മയില്ലേ? എനിക്ക് ആളെ മനസ്സിലായില്ലല്ലോ. നീ കാർത്തിയാനമ്മയുടെ മോനാണോ? അത് നിങ്ങൾ ഇറങ്ങൂടാ. അമ്മ എവിടെയാടാ? ചൂടാവാതെ. എടാ ചെറുക്കാ, ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ. നീ ഒന്ന് ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ വന്നിട്ടുണ്ടെന്ന് പറ. ഓ ഓ ഏതായാലും ചെല്ല്. അതിപ്പോ മോന് ചെന്ന് പറ. അമ്മ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയമ്മേ? അമ്മ പറഞ്ഞാലേ അയാൾ കാര്യമായിട്ട് എടുക്കൂ. അതെ, എന്നാലും ഞാനിപ്പോ എന്തോന്ന് വെച്ചെന്ന് പറയുന്നേ? അത് ഞാൻ പറഞ്ഞു തരണോ? വീട് ഒഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? തൽക്കാലം ഒഴിയാൻ ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞിട്ടാ മതി. മതിയോ? ആ മതി. ശരി. അല്ലെങ്കിൽ എന്റെ മക്കള് തന്നെയെന്ന് പറ. ഗുരുവായൂരപ്പാ. ഞങ്ങള് വീട് ഒഴിയില്ല. കൂടുതലൊന്നും പറയാനില്ല. വീട് ഒഴിയാൻ പറ്റില്ല. ഞാൻ ഹൗസ് ഓണറാണ്. ഒരു കത്തയച്ചിരുന്ന് കിട്ടിക്കാണല്ലോ. ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ. പണിക്കര് കൂടുതലൊന്നും എന്നോട് പറയരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വീട് ഒഴിയാൻ പറ്റില്ല. ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? 9 കൊല്ലക്കാലമായി ഇത്രയും വലിയൊരു വീട്
ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ച ഒരു ഹൗസ് ഓണറുടെ മുഖത്ത് നോക്കി വീട് ഒഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്കൂറ്റമുണ്ടായി? പറയൂ. പൈപ്പ് ലൈൻ നന്നാക്കാനും ടാങ്ക് കെട്ടി തരാനും 100 വട്ടം കത്തയച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ഹൗസ് ഓണറല്ലേ നിങ്ങള്? അത് ശരി. അണിയറയിൽ വേറെ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട് വിളി, ഞാൻ അവരോട് സംസാരിക്കാം. നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് തന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഹൗസ് ഓണർ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ശരി. ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ? ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാനും ഫാമിലി താമസത്തിന് വരികയാണ്. ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ, അപ്പൊ മാറാം. അപ്പൊ വരുന്നോ? കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത്. വാതില് തുറന്ന ഒരു വാല് ചെറുക്കനുണ്ടല്ലോ, അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം 1 രൂപ എനിക്ക് പിടികിട്ടി. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദയെങ്കിൽ പണിക്കൊരു മര്യാദ, പെശക പണിക്കൊരു മഹാപെശകം. ചുമ്മാതല്ലോ, മാസാമാസം വാടക കൊടുത്തിട്ടാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. എടാ വാടക, നിങ്ങളുടെ 1 മാസത്തെ വാടക ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാൻ തികയത്തില്ല. വാടക വേഷം കെട്ട് എന്റെ അടുത്ത് കാണിക്കരുത്. സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും പിടിച്ചിറക്കി ഗേറ്റ് പൊട്ടും. ആരാപ്പോ ഗേറ്റ് അടക്കണേ? നിങ്ങളാണ് പുറത്ത് മലവെച്ചും കൊണ്ട് ഓട്ടോറിക്ഷ വന്നേ? ഇന്നോ അതോ നാളെ ഇപ്പൊ പറയണം. നമ്മൾ ഹൗസ് ഓണറാന്ന് തോന്നുന്നുണ്ട്. എന്താ നിങ്ങളുടെ പേര്? കൃഷ്ണൻകുട്ടി പണിക്കരോ? അല്ല, ഗോപാലകൃഷ്ണ പണിക്കർ. ആ പണിക്കരെ, വാടക കൂട്ടി കിട്ടാനുള്ള അടവാണല്ലത്. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് വരട്ടുക. താൻ ആരാടോ? ഇതെന്റെ വീടാ. അതെ, ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. കാർത്തിയാനിയമ്മയും മക്കളും ഇവിടെ തന്നെ താമസിക്കും. എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. 9 കൊല്ലായിട്ട് എത്ര കൊല്ലാലും ശരി, ഞാൻ ഇവരെ ഇവിടെ നടക്കും. ഭീഷണിപ്പെടുത്തെടുക്കാൻ ശ്രമിച്ച പണിക്കര് വീടറിയും. താൻ എന്നെ എന്തോ ചെയ്യും? വിഴുങ്ങോ? ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ? ഒരു സൂട്ട് അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസ് വന്ന് നടക്കും. സെക്ഷൻ 11 3ാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഓണർക്ക് താമസിക്കാനാണെങ്കിൽ വാടകക്കാരൻ എത്രയും പെട്ടെന്ന് ഒഴിയണം. എന്നാലും നിയമം പഠിപ്പിക്കണ്ട. ഇനി നിങ്ങൾ കോടതി പറയായിരിക്കും ഞങ്ങൾ 9 വർഷമായിട്ട് താമസിക്കുകയാണല്ലോ, അതുകൊണ്ട് കുടികിടപ്പ് അവകാശം വേണമെന്ന്. ഒരു കാര്യമില്ല. ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാമോഹിക്കാൻ വേണ്ട. കെട്ടിടത്തിന്റെ മതിപ്പ് വില 750 രൂപയെ കൂടുതലാണെങ്കിൽ തുക്കടി സായിപ്പ് വിചാരിച്ചാൽ പോലും കുടികിടപ്പ് അവകാശം കിട്ടില്ല. അതുകൊണ്ട് ആരും കേസിനും വയ്യാതിരിക്കും പോയിട്ട് ഒരു കാര്യമില്ല. ആളൊരു വരെ വടിയാക്കരുത്. കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതോടോ അത്ര ചെറുതായി താനോ പോടോ. ഇവിടെ മനുഷ്യര് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. നിങ്ങളിപ്പോ കുറെ നിയമം പ്രസംഗിച്ചല്ലോ ഇവിടെ. വിവരമുള്ള വക്കീൽമാരെ നമ്മളൊന്ന് കാണട്ടാണ്, എന്നിട്ട് തീരുമാനിക്കാം. തന്നെ പോലെ വിവരം കെട്ട അയൽപ്പക്കാര് കാരണം ഇവര് കഷ്ടത്തിലാവും. മര്യാദയ്ക്ക് സംസാരിക്കാം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും, എല്ലാത്തിനും കയറ്റും. ആഹാ പോണോ? ഇത്രയും ലോകവിലുള്ള താൻ മണ്ടത്തരാ കാണിച്ചത്. എടോ, ഇതൊക്കെ നയത്തിലും ലോഹ്യത്തിലും എന്തേ പറഞ്ഞു കൊടുക്കാൻ? ആദ്യം ആ തള്ളയുടെ പറച്ചിൽ കേട്ടപ്പോ തന്നെ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വന്നു. കാര്യമില്ല, കേസിന് പോയാൽ തനിക്കറിയാലോ. ചുരുങ്ങിയത് 5-6 കൊല്ലെങ്കിലും കേസ് കോടതി കിടന്ന് കെട്ടിത്തിരി. അതറിയാം. മാസം ഒന്നും തികച്ചില്ല. ഞാൻ പെങ്ങളുടെ ഭർത്താവിനോട് എന്താ പറയാ? കുറച്ച് കാപ്പി എടുക്കട്ടെ. ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാവട്ടെ, അതിനുശേഷം അവൻ കാപ്പി. ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വളരെ സ്നേഹപൂർവ്വം താണുകയാണ് അപേക്ഷിക്കും. തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്ക്. കഷ്ടപ്പാടൊന്നും അവറ്റോളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാനം ഒന്നും കളയാൻ പറ്റില്ല. ഇനി പറഞ്ഞ സ്നേഹം കൊണ്ടും നയം കൊണ്ടും ഒരു കളി കളിച്ചു നോക്കാം. അഥവാ ഇച്ചിരി വൈകിപ്പോയാൽ അത് മാത്രം നടപ്പില്ല. അല്ല പറഞ്ഞതേ ഉള്ളൂ.